GTech Vibe Kids eLessons.net ഹൈബ്രിഡ് ലേണിംഗ് എന്നിവയുടെ ലോഞ്ചിങ് കോഴിക്കോട് ഫാത്തിമ തഹലിയ MLA നിർവഹിച്ചു. നൂതനമായ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് GTech എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ എന്നാൽ വലിയ മൂവ്മെന്റ്സിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് GTech. സെൽഫ് ലേണിംഗിന്റെ കാലമാണ്. അപ്പൊ അങ്ങനെ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഈ മൊമെന്റിൽ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്യാൻ ഞാൻ ആരെ സമീപിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് GTechന്റെ ഈ ഹൈബ്രിഡ് സ്കൂൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് GTech എഡ്യൂക്കേഷൻ പുതിയ പഠന പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചത്. CBSE NEP പാഠ്യപദ്ധതിക്ക് അനുസൃതമായി AI അധിഷ്ഠിത ഇന്ററാക്റ്റീവ് പഠന സംവിധാനമാണ് പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് GTech ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മഹറൂഫ് മണലുടി വ്യക്തമാക്കി. ഓരോ ലെസൺസും ഇപ്പോൾ നമ്മൾ സയൻസ് ആവട്ടെ അല്ലെങ്കിൽ എന്താവട്ടെ എല്ലാം അതാത് ചാപ്റ്റർ വൈസ് ആയിട്ട് ചോക്ക് ബോർഡ് വെച്ചിട്ട് ഇവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ GTech eLessons എന്നുള്ള രീതിയിലേക്ക് ഒരു മൊബൈൽ ആപ്പായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. 8, 9, 10, 11th, 12th ഇതാണ് ഒരു സീരിയസ് സ്റ്റഡി നടക്കുന്ന ഒരു സമയം. അതുകൊണ്ടാണ് അത്രയും ഒരു ലെവലിലേക്ക് നമ്മൾ ഈ ഒരു കോഴ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള. ഇന്നത്തെ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ്, AI-ൻ്റെതാണ്. CBSE കരിക്കുലം 3ാം ക്ലാസ് മുതൽ 12th വരെയുള്ള കുട്ടികളുടെ സിലബസ് അനുസരിച്ചുള്ള രീതിയിലാണ് ഈ AI-ൻ്റെ വൈബ് കിഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. 3 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഹൈബ്രിഡ് ലേണിംഗ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ഓഫ്ലൈൻ പഠന രീതികൾ സംയോജിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠനശേഷി വിലയിരുത്താനും വിഷയങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന നിരവധി സവിശേഷതകൾ ഈ പ്ലാറ്റ്ഫോമിനുണ്ട്. GTech ജനറൽ മാനേജർ KB നന്ദകുമാർ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, HOD ജോസഫ് തോമസ് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.